ഗുഡ് മോർണിംഗ്. നമ്മുടെ പ്രോഗ്രാം 18 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വളരെ ആവേശത്തോടു കൂടി നമ്മുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെല്ലാം 24 മണിക്കൂർ നീളുന്ന ഈ പരിപാടിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളുടെ ഒരു ഒഴുക്ക് തന്നെ ഇന്നലെ കാണാൻ കഴിയുമായിരുന്നു. ഇന്നും അതിനൊരു കുറവുമില്ല. ഇപ്പോൾ നമ്മളോട് നിൽക്കുന്നത് കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ് ക്ലാസ്സൊക്കെ. ഞാൻ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ സാറിനെ ഒന്ന് കാണാലോ, ക്ലാസ്സൊക്കെ കേൾക്കാമെന്ന് വിചാരിച്ചു വന്നതാണ്. പോയ മണിക്കൂറുകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ? തീർച്ചയായിട്ടും പ്രയോജനപ്പെട്ടു. ഞാൻ ഇതുവരെ ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. രാത്രി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ക്ലാസ് മുഴുവൻ കിട്ടി. നമ്മുടെ എൻ്റെ ടീമിൻ്റെ ഈ ഒരു ഒത്തൊരുമയും അല്ലെങ്കിൽ പ്രതീക് സാറിൻ്റെ ഈ എനർജിയൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? ഞാൻ ഓൾറെഡി എൻട്രി യൂസറാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ടീം വർക്ക് വളരെ മികച്ചതായിട്ട് തന്നെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലാസ്സും അടിപൊളിയാണ്. നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ 24 മണിക്കൂർ നീളുന്ന സെഷന്റെ ഭാഗമായിട്ട് വളരെ ദൂരത്തു നിന്നൊക്കെ എത്തി അവർ പ്രയോജനപ്പെടുന്ന രീതിയിൽ തന്നെ ഈ ക്ലാസ്സുകളെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പ്രദീപ് സാറ് സൂപ്പർ എനർജിയിൽ തന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നിരവധി ഉദ്യോഗാർത്ഥികൾ ഇപ്പം ഇവിടെ നമ്മളോടൊപ്പം ഉണ്ട്. രജിസ്ട്രേഷൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അനുഭവമായിരുന്നു. ഞാൻ കൊല്ലം, ഇവിടെ പുനത്തൂരിനാണ്. പ്രദീപ് സാർ ഈ 18 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ഈ ചരിത്ര നിമിഷത്തിലേക്ക് കടക്കാൻ വെറും 6 മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഉള്ളത്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. സാർ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് വേണ്ടി ഇങ്ങനൊരു പ്രയത്നം ചെയ്യുമ്പോൾ നമ്മളത് വന്ന് പങ്കെടുത്ത് സാറിന് വലിയ സപ്പോർട്ട് കൊടുക്കണം. സാർ അത്രയ്ക്ക് എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ലൈഫ് മാറ്റി വെച്ചൊരു ആളാണ്. അപ്പോൾ നമ്മൾ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ അദ്ദേഹത്തിന് ഒരു പിന്തുണ കൊടുത്തിട്ട് ഉണ്ടാവണം. വളരെ നല്ലൊരു സെഷനാണ്. ഈ സെഷനിൽ ഉടനീളം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു സാറിന്റെ എനർജി ലെവലും സാറിന്റെ ക്ലാസ്സും ഒക്കെ? സാറിൻ്റെ ക്ലാസ് അടിപൊളിയായിട്ട് പോകുന്നു. സാറിന് എഫേർട്ട് എടുക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാറിന് വേണ്ടി മാത്രമല്ല, കുട്ടികൾ ഓരോരുത്തരും പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ സാറ് ഓരോ ക്വസ്റ്റ്യൻസ്, ആവർത്തന ചോദ്യങ്ങൾ, കാര്യങ്ങളെല്ലാം സാർ പറയുന്നുണ്ട്. സാർ നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുക്കുന്നുണ്ട്. രഞ്ജി സാറേ, നമ്മുടെ ഈ പരിപാടി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനൊക്കെ അപ്പുറം ഒരു ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാര്യം ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്, ഒരു അറിവിന്റെ ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ഉത്സവം മുന്നിൽ നിന്ന് നയിക്കുന്നത് വണ്ണാനുള്ളി പ്രദീപ് മുഖത്തല അല്ലേ? അദ്ദേഹത്തെ കാണാനും അദ്ദേഹം ക്ലാസ് കേൾക്കാനും വേണ്ടിയൊക്കെ ഒരുപാട് പേര് യൂട്യൂബ് ക്ലാസ്സുകളിലും വീഡിയോ ക്ലാസ്സുകളിലൂടെ ഒക്കെ സുപരിചിതനാണ്. പക്ഷെ നേരിട്ട് കാണാനും തുടർച്ചയായിട്ടുള്ള ക്ലാസ് നമുക്കാണെങ്കിൽ അറിയാം, ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ ഒരാളുടെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കും അല്ലേ? അതിനുശേഷം നമുക്ക് മടുപ്പാണ്. പക്ഷേ ഇവരൊക്കെ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. രാത്രി 12 മണി തൊട്ട് തുടർച്ചയായിട്ട്, ഉച്ചയ്ക്ക് 12 മണി തൊട്ട് തുടർച്ചയായിട്ട് അവർ ക്ലാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും പോയിട്ടില്ല. 2 മണി കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. ആ സാറിന്റെ റെക്കോർഡ് വാങ്ങിക്കുന്ന ആ മൊമെന്റിന് വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ചരിത്രം പിറക്കാൻ ഇനി 6 മണിക്കൂർ കൂടി മാത്രം. ഇന്നലെ രാത്രിയിലൊക്കെ ആണെങ്കിൽ യാതൊരു വിശ്രമവും ഇല്ലാതെ പ്രദീപ് സാറ് നിരന്തരം, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്, മാത്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ നിരന്തരം അത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇപ്പം നമുക്ക് 2 ഉദ്യോഗാർത്ഥികളെ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരാൾ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ് അല്ലേ? തൃശ്ശൂരിൽ നിന്ന് വന്ന ആളാണ്. മറ്റേ ആൾ കൊല്ലക്കാരിയാണ്. തൃശ്ശൂരിൽ നിന്ന്, അതായത് വടക്കൻ ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇവിടെ ഇന്നലെ തന്നെ വന്നു. ആദ്യം മുതൽ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അവർ സാറിൻ്റെ റെക്കോർഡ് കണ്ട് സാറിനെ നേരിട്ട് കണ്ടേ പോകൂ എന്നുള്ള ഒരു ഇതാണ്. ഒറ്റ പേരാണ് അത്, പ്രദീപ് മുത്തല എന്നുള്ള ഒരു ആവേശത്തിന്റെ പുറത്താണ് അവർ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയാണ് അവരുടെ അനുഭവം എന്ന്. എന്താണ് പേര്? എൻ്റെ പേര് ആർഷ എന്നാണ്. ഞാൻ വന്നിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ഓക്കെ, ആർഷ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പം തുടക്കം മുതലേ ആഷ്ന തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇന്നലെ സാറിന്റെ ക്ലാസ് മൊത്തം കേട്ടു, രാത്രിയിലും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 18 മണിക്കൂർ പിന്നിടുമ്പോൾ എന്താണ് താങ്കളുടെ ഒരു അനുഭവം? ഇതുവരെയും നമുക്ക് ജീവിതത്തിൽ ഇല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഇതുപോലെ കണ്ടിന്യൂസ് ക്ലാസ് എടുക്കാൻ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഹാർട്ട് ബീറ്റോടുകൂടി 11 മണി തൊട്ടുള്ള 6 മണി വരെയുള്ള ഒരു ടൈം കടന്നു പോയത്. 6 മണിക്കൂർ കണ്ടിന്യൂസ് എന്നുള്ളത് ഒരേ പ്രാർത്ഥന ആയിരുന്നു. കണ്ടിന്യൂസ് സാറിന് വേറൊരു ബുദ്ധിമുട്ടില്ലാണ്ട് തീർക്കാൻ പറ്റണേ എന്നുള്ളത്. എല്ലാവരും ഉറക്കം വരുന്ന ഒരു സമയത്തും അത് എടുത്ത സബ്ജക്റ്റ് ആയാലും ഇംഗ്ലീഷ് മാത്സ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും അത്ര ഉണർവോടെ ഇരുന്നത് കണ്ടൊരു സമയം. ഓക്കെ, ഈ സമയത്ത് എപ്പോഴെങ്കിലും സാറിന് സ്ട്രെയിൻ അനുഭവപ്പെടുന്ന പോലോ അല്ലെങ്കിൽ സാറ് ക്ലാസ് എടുക്കുന്ന സമയത്ത് ടയർഡ് ആവുന്ന പോലെ ഒക്കെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, സാറിന് അങ്ങനെ ടയർഡ്, നമ്മൾക്കൊരു പേടിയാണ് സാർ അങ്ങനെ നിൽക്കണം, ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കണമെന്നുള്ളത്. സാർ അങ്ങനത്തെ ഒരു ടയർഡ്നെസ്സും കാണിച്ചിട്ടില്ല. സ്റ്റാർട്ടിങ് തുടങ്ങി അതേ ലെവലിൽ തന്നെയാണ്, എനർജറ്റിക് ലെവലിലാണ് ഇപ്പോഴും ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. ഇന്നലെ രാവിലെ 10 മണി മുതൽ ആരംഭിച്ച രജിസ്ട്രേഷൻ ആണ്. ഇന്നലെ ഒരു കൗണ്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് 2 കൗണ്ടറിലേക്ക് രജിസ്ട്രേഷൻ മാറ്റിയിരിക്കുകയാണ്. കാര്യം അത്രത്തോളം കുട്ടികളുടെ ഒരു ബാഹുല്യം തന്നെ, നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഒരു തിരക്ക് തന്നെ നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളോടൊപ്പം 2 പേരുണ്ട്. ഇപ്പൊ വന്നേ ഉള്ളൂ അതോ ഇന്നലെ ഉണ്ടായിരുന്നോ? അല്ല, ഞാൻ ഇന്ന് വന്നതാ. പാലായിന്നാണ് വരുന്നത്. സാറിനെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്, ഞങ്ങളുടെ ദൈവത്തിനെ നേരിട്ട് കാണാൻ വേണ്ടി ഞങ്ങൾ വന്നതാ. ഞാൻ ഇന്നലെയും വന്നായിരുന്നു, ഇന്നും വന്നു. എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാ. സാറിനെ കാണാൻ വേണ്ടി വന്നതാ. സാറിന്റെ സ്റ്റുഡന്റ് കൂടിയാണ്. കയ്യിൽ എന്താ ഇരിക്കുന്നത്?
സർട്ടിഫിക്കറ്റ് ഓഫ് പാർട്ടിസിപ്പേഷൻ. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അപ്പം ഇന്നലെ മുതലേ ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ? എങ്ങനെയുണ്ട് പ്രദീപ് സാറിന്റെ എനർജി ലെവൽ എങ്ങനെയുണ്ട്? കൊള്ളാം, നന്നായിട്ട് പോകുന്നുണ്ട്. സാർ നല്ല ആക്റ്റീവായിട്ട് പറയുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഇതേപോലെ 24 മണിക്കൂർ കണ്ടിന്യൂ ചെയ്തിട്ട് റെക്കോർഡ് എടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പരിപാടി കഴിഞ്ഞിട്ട് നിങ്ങളോടൊന്ന് പോകത്തുള്ളൂ? അത്രേ ഉള്ളൂ. ഞായറാഴ്ച കിട്ടുന്ന ഒരു അവധി ദിവസമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ഇനി എന്ത് പരിപാടി ഉണ്ടെങ്കിലും നമുക്ക് വേറെ എല്ലാം മാറ്റി വെച്ചിട്ട് സാറിനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് ഒരു ആലപ്പുഴയിൽ നിന്ന് വന്ന ഒരു സുഹൃത്താണ്. എങ്ങനെയുണ്ട് പ്രദീപ് സാറിന്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഈ സെഷനൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നല്ല ക്ലാസ്സാണ്. ഞാൻ ഇന്നലെ വന്നോന്ന് ഓർത്താണ്, പക്ഷേ ജോലിക്ക് പോയിട്ടാണ് പഠിക്കണം. അപ്പോൾ നടന്നില്ല, ഇന്നലെ വരാൻ പറ്റി. അപ്പോൾ രാവിലെ തന്നെ പോകുന്നതാണ്. ജോലിക്ക് പോയി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് ഞായറാഴ്ച ഒരു അവധി ദിവസമാണ് അല്ലേ? വീട്ടിലും ഇരിക്കാം, കൂട്ടുകാരോടൊപ്പം കറങ്ങാനൊക്കെ പറ്റുന്ന ദിവസമാണ്. ആ ദിവസത്തെ ആ സന്തോഷമൊക്കെ മാറ്റിവെച്ച് അതിൽ വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമാകാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സാറിന് ഈ 2 മണിക്കുള്ള ഈ റെക്കോർഡ് ഏറ്റുവാങ്ങുന്ന ആ മൊമെന്റ് കഴിയാട്ടുള്ള ബോധമുള്ളൂ? അത് പോകുള്ളൂ. ഞാൻ ഫ്രണ്ടിനെ വിളിച്ചായിരുന്നു, അപ്പോൾ അവന് വരാൻ പറ്റിയില്ല. അപ്പോൾ ഒറ്റക്ക് തന്നെ അങ്ങോട്ട് പോകുന്നു. അപ്പം നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. ഒരുപാട് സന്തോഷം. ഇനി നമ്മളോടൊപ്പം ചേരുന്നത് പാലക്കാട് നിന്നുള്ള ചെറുപ്പക്കാരനാണ്. പാലക്കാട് എന്നുള്ള അമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നിട്ട് 24 മണിക്കൂറുള്ള ഈ എല്ലാ സെഷനും കൃത്യമായി കണ്ട് ഇവിടുന്ന് മടങ്ങാൻ, സാറിന്റെ ആ നേട്ടവും നേരിൽ കണ്ട് മടങ്ങി സാറിന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി പാലക്കാട് നിന്ന് വന്നിരിക്കുകയാണ്. അമലേ, സുഖമായി പോണു. നല്ല ക്ലാസ്സാണ്. ഞാൻ പ്രദീപ് സാറിൻ്റെ മുമ്പ് എൻട്രിക്ക് വരുന്നത് 2019 കൊറോണയ്ക്ക് ശേഷമാണ് വരുന്നത്. സാറിൻ്റെ മോട്ടിവേഷനും ആദ്യമായിട്ട് കാണുന്ന യൂട്യൂബിലൊരു ചാനലിൽ കാണുന്നത്. അങ്ങനെ ഇൻസ്പയർഡ് തോന്നി PSCക്ക് ഇറങ്ങി PSC പഠിക്കാൻ. പക്ഷെ എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയില്ല. അങ്ങനെയാണ് എൻട്രി ജോയിൻ ചെയ്യുന്നത്. നല്ല ക്ലാസ്സാണ്. ഇപ്പോൾ ഇതിന് വേണ്ടി പാലക്കാട് നിന്ന് വന്നതെന്ന് വെച്ചാൽ സാറിനൊന്ന് കാണണം, സാറിൻ്റെ ക്ലാസ് ലൈവിലൊന്ന് കാണണം. പിന്നെ രണ്ടാമത് നല്ല ക്ലാസ്സാണ്. ഇപ്പം നേരം 18 മണിക്കൂർ കഴിഞ്ഞു സാർ. ഇപ്പോൾ നല്ല ക്ലാസ് ആയിരുന്നു. ഫുള്ളും നമുക്ക് കൺഫ്യൂസിങ് ഫാക്ട് പോലെ നല്ല ടോപ്പിക്ക്. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ രജിസ്ട്രേഷന് നിരവധി ഉദ്യോഗാർത്ഥികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും, എൻ്റെ പിറകിലായിട്ട് കാണാൻ കഴിയും. സർട്ടിഫിക്കറ്റ് വാങ്ങാനും അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് തന്നെ രാവിലെ മുതലൊക്കെ നിരവധി ഉദ്യോഗാർത്ഥികൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിരിക്കുകയാണ്. ഇന്നലെ വന്നവർ ഇവിടെ പല ഹോട്ടലുകളായിട്ട് താമസിച്ചു. എന്നിട്ട് രാവിലെ വീണ്ടും എത്തിയിട്ടുണ്ട്. തുടർച്ചയായ ക്ലാസ് സാറിനോടൊപ്പം ഇരുന്ന് കേൾക്കുന്നവരുണ്ട്. അങ്ങനെ ഇതൊരു വലിയ സംഭവമായിട്ട്, അല്ലെങ്കിൽ കൊല്ലത്തിന്റെ ചരിത്രം ഉറങ്ങുന്ന കൊല്ലത്ത് പുതുചരിത്രം സൃഷ്ടിക്കപ്പെടാൻ ഇനി വെറും 6 മണിക്കൂറുകൾ മാത്രമാണ്. 18 മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ സുവർണ നിമിഷത്തിന് വേണ്ടി ഉദ്യോഗാർത്ഥികളും എൻ്റെ ടീമും എല്ലാവരും കാത്തിരിക്കുകയാണ്. നമുക്ക് 2 മണിക്ക് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഭാഗമാകുന്ന പ്രദീപ് സാറിനെ നേരിൽ കാണാം. സാറിന്റെ വിശേഷങ്ങൾ സാറോട് തന്നെ ചോദിച്ചിട്ട് നേരിട്ട് ചോദിച്ചറിയാം.